നമസ്കാരം. അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? യൂത്ത് ലീഗിന്റെ നേതാവ് PK ഫിറോസ് കോഴിക്കോട്ട് വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി, വെല്ലുവിളിയൊക്കെ നടത്തി. കൈരളി ചാനല് അതിന്റെ ഒരു ചേച്ചിയെ നേരിട്ട് വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. ചേച്ചി തപ്പിപ്പിടിച്ച് നമ്മളെ ചാത്തുണ്ണിയേട്ടനെ കണ്ടുപിടിച്ചു. ചാത്തുണ്ണിയേട്ടൻ വയനാട്ടിലെ പ്രഗത്ഭനായ വക്കീലാണ്. അദ്ദേഹം കള്ളിയൊക്കെ പൊളിച്ചു. ഇനി PK ഫിറോസ് എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. കാരണം മുഴുവൻ സൈബർ കടന്നലുകളും പിന്നെ മറ്റവരും മൂട് താങ്ങിയവളും കൈരളി ചാനലിന്റെ ക്ലിപ്പുമായിട്ട് അർമാദിക്കുകയാണ്. PK ഫിറോസെ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. കാരണം എന്താ, വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു കൈരളി ചാനലും ചാത്തുട്ടിയേട്ടനും. എന്താണ് കൈരളി ചാനലിന്റെ ചേച്ചിയും ചാത്തുട്ടിയേട്ടനും പറയുന്നത് എന്ന് ഒന്ന് കേട്ടു. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട്. വയനാട്ടിൽ എവിടെയാണ് 40,000 രൂപയ്ക്കും 45,000 രൂപയ്ക്കുമൊക്കെ ഭൂമി കിട്ടുക എന്നുള്ളത്. വയനാട്ടിൽ എവിടെയാണ് 40,000 രൂപയ്ക്കും 45,000 രൂപയ്ക്കുമൊക്കെ ഭൂമി കിട്ടുക എന്നുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ തയ്യാറാണ് എന്നുള്ളത്. എന്തായാലും അതിനുള്ള മറുപടിയുമായി വയനാട്ടിലെ P ചാത്തുക്കുട്ടി നമ്മുടെ കൂടെയുണ്ട്. സർ, എന്താണ് ഈ ഭൂമിയെ കുറിച്ച്, വയനാട്ടിലെ ഒരു ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു വില നിലവാരം, അത് യൂത്ത് ലീഗും അതുപോലെ ലീഗും ഒക്കെ വില വളരെ കൂടുതലുള്ള ഭൂമിയാണ്, വയനാട്ടിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അത് വളരെ അസംബന്ധമാണ്. ഭൂമിക്ക് ഇവർ പറയുന്ന യാതൊരു വിലയില്ല. ഇപ്പം വാങ്ങിയിരിക്കുന്ന ഭൂമി ഒരു ഏക്കറക്ക് 1,22,00,000 വെച്ചിട്ടാണ്. ഇവിടെ 40, 50, 60 കൊടുത്താൽ ഒന്നാന്തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട്. ഇവിടെ 40, 50, 60 കൊടുത്താൽ ഒന്നാന്തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട്. ഇവിടെ 40, 50, 60 കൊടുത്താൽ ഒന്നാന്തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട്. എൻ്റെ കക്ഷികളെ തന്നെ ഭൂമി ഇപ്പോൾ കൊടുക്കാനുണ്ട്. പ്രത്യേകിച്ച് വൈറ്റ് മണിയായി കൊടുക്കുകയാണെങ്കിൽ വളരെ അതിലും വില കുറച്ച് കിട്ടാനുള്ള ഭൂമിയുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണ്, ഇവർ വാങ്ങാൻ തയ്യാറാണ്. ആരൊക്കെയാണ് ഇങ്ങനെ ഭൂമി നൽകാൻ തയ്യാറായ ആളുകളുണ്ട്? എൻ്റെ ഒരു കക്ഷിയുണ്ട്, ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു. പിന്നെ ഇവിടെ ധാരാളം പേരുണ്ട്. ഇവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കച്ചവടമാക്കി കൊടുക്കും, യാതൊരു സംശയമില്ല. അത് 55-60 ലക്ഷം റുപ്യക്ക് വാങ്ങിച്ചു കൊടുക്കും. തീർച്ചയായും 45 മുതൽ 60 ലക്ഷം അത് കിട്ടാനുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും PK ഫിറോസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും PK ഫിറോസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും PK ഫിറോസ് എപ്പോൾ വന്നാലും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ഭൂമി കണ്ടെത്തി തരാം എന്നുമാണ് ഇപ്പോൾ അഭിഭാഷകനായ P ചാത്തുക്കുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കേട്ടല്ലോ അല്ലേ? ചാത്തുട്ടിയേട്ടൻ പറയാണ്, വയനാട്ടിലേക്ക് വരൂ, ഞാൻ പ്ലാന്റേഷൻ ഭൂമി ഇതിന്റെ പകുതി പൈസക്ക് വാങ്ങിത്തരാം. ഒരു ഏക്കറിന് 1 കോടി രൂപ ഒന്നും കൊടുക്കണ്ട, ഞാൻ 50, 60, 65 ലക്ഷത്തിനൊക്കെ ഞാൻ വാങ്ങിത്തരാം. ചാത്തുട്ടിയേട്ട വല്ലാത്തൊരു വെല്ലുവിളി സ്വീകരിക്കലായി പോയി. PK ഫിറോസ് എന്താ പറഞ്ഞത്? കൈരളി മേഡം എന്താ കേട്ടത്? കടന്നലുകളെ നിങ്ങൾ എന്താ പ്രചരിപ്പിക്കുന്നത്? ഫിറോസ് എന്താ പറഞ്ഞതെന്ന് ഒന്ന് നല്ലോണം കേട്ടു നോക്ക്. ഞങ്ങൾ വാങ്ങിയ ഭൂമി പ്ലാന്റേഷൻ ഭൂമിയല്ല. ഞങ്ങളതെല്ലാം കൃത്യമായി എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയത്. അത് ഏതെങ്കിലും സർക്കാരിലെ ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പരിഭവമില്ല, ഒരാശങ്കയുമില്ല, ഒരു മടിയുമില്ല. ഏത് നോട്ടീസ് കിട്ടിയാലും ആ നോട്ടീസിനെല്ലാം ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്ക്, അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുള്ളൊരു ഭൂമിയല്ല അത്, പ്ലാന്റേഷൻ ഭൂമിയല്ല. ആ ഭൂമിക്ക് 65,000 വിലയുള്ളൂ എന്നാണ്. ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു. ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട്. നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ, ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ, ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ്. PK ഫിറോസ് മലയാളത്തിലാണ് പറഞ്ഞത്. ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ സമീപത്ത് എന്ന് പറഞ്ഞാൽ മുട്ടിൽ മേപ്പാടി മെയിൻ റോഡിന്റെ സൈഡിൽ ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ ഇടതുവശത്തായാലും വലതുവശത്തായാലും ഇനി അതിന്റെ മുന്നിലായാലും വേണ്ടില്ല, ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ സമീപത്ത് നിങ്ങൾ 22,000 രൂപയാണ് ഇപ്പൊ അവിടെ വിലയുണ്ട് എന്ന് പറയുന്നത്. മാതൃഭൂമി 65,000. നിങ്ങൾ 22,000 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമി നിങ്ങൾ 22,000 വാങ്ങിയാൽ 40,000 കൂട്ടി
കൂട്ടിയിട്ട് 62,000 വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് PK ഫിറോസ് പറഞ്ഞതിന്റെ മലയാളം. ഇത് PK ഫിറോസ് മാത്രമല്ല പറയുന്നത്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായ ഞാനടക്കമുള്ള മുഴുവൻ ആളുകൾ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കോ, ഞങ്ങൾ മുഴുവൻ വാങ്ങാൻ തയ്യാറാണ്. 10 സെന്റും 5 സെന്റും 50 സെന്റും 1 ഏക്കറും ഒക്കെ ഞങ്ങൾ മുഴുവൻ വാങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ സമീപത്ത് നിങ്ങൾ ഈ പറയുന്ന 22,000 രൂപക്ക് ഭൂമി കണ്ടെത്തും. ഇതാണല്ലോ PK ഫിറോസ് മലയാളത്തിൽ പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് അതിന് മറുപടി തേടിക്കൊണ്ട് കൈരളിയുടെ ഒരു ചേച്ചി വയനാട്ടിലേക്ക് വണ്ടി കയറി പോവുക. എന്നിട്ട് നടന്ന് അവസാനം ചാത്തുണ്ണിയേട്ടനെ കണ്ടുപിടിച്ചു. ആരാ ചാത്തുണ്ണിയേട്ടൻ? CPM-കാർക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അഡ്വക്കേറ്റാണ് ചാത്തുണ്ണിയേട്ടൻ. ചാത്തുണ്ണിയേട്ടൻ പറയാണ്, എന്റെ സുഹൃത്തുക്കൾ വയനാട്ടിൽ ധാരാളം ആളുകൾ ഭൂമി വിൽക്കാൻ തയ്യാറുണ്ട്. 50,000-നും 60,000-നും 65,000 സെന്റിനുമൊക്കെ അവരുടെ അടുത്ത് പ്ലാന്റേഷൻ ഭൂമി വിൽക്കാനുണ്ട്. എങ്ങനെയുണ്ട്? വയനാട്ടിൽ പ്ലാന്റേഷൻ ഭൂമി 65,000-ന് ചാത്തുണ്ണിയേട്ടൻ നമുക്ക് വാങ്ങിത്തരും. അതാണ് PK ഫിറോസിനോടുള്ള, ലീഗുകാരോടുള്ള ചാത്തുണ്ണിയേട്ടന്റെ കൈരളി TV-യുടെ വെല്ലുവിളി സ്വീകരിക്കൽ. പഞ്ചാബി ഹൗസ് സിനിമ കണ്ടിട്ടുണ്ട് നമ്മൾ. അതിലെ വെല്ലുവിളിയേക്കാൾ കുറച്ചുകൂടി കടുത്ത വെല്ലുവിളിയായി പോയി. പൊന്നാര കൈരളി ചേച്ചി, പൊന്നാര ചാത്തുണ്ണിയേട്ട, വയനാട്ടിൽ നിങ്ങൾക്ക് 10,000 രൂപക്ക് പ്ലാന്റേഷൻ ഭൂമി വേണോ? ഞാൻ വാങ്ങിത്തരാം. വയനാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്റെ സുഹൃത്തുക്കളോടൊപ്പം 2-3 കൊല്ലം തലകുത്തി മറിഞ്ഞ് അവിടുത്തെ നിയമങ്ങളൊക്കെ പഠിച്ച ഒരാളാണ് ഞാനും. ആ ഭൂമി വിറ്റു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം. 10,000 രൂപക്ക് സെന്റിന് പ്ലാന്റേഷന്റെ ഭൂമി വാങ്ങിത്തരാം. നിങ്ങൾ ഇതിന് 65,000 രൂപക്ക് വാങ്ങിത്തരുന്നു. വയനാട്ടിലെ ഭൂമി 10,000 രൂപക്ക് കിട്ടോ 60,000-ന് കിട്ടോ എന്ന് ചാത്തുണ്ണിയേട്ട, കൈരളി ചേച്ചി ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആ ചൂരൽ മലയിലെ ദുരന്തം ബാക്കി വെച്ച മനുഷ്യരെ അന്തസ്സായിട്ട് ഏതെങ്കിലും കാട്ടിലോ മലയിലോ മലയുടെ മുകളിലോ കൊണ്ടുപോയി താമസിക്കാനല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് സൈഡിൽ വളരെ മനോഹരമായ അവർക്ക് എല്ലാ ആവശ്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ. ആ സ്ഥലത്തിന്റെ വിലയാണ് പറഞ്ഞത്, അതിന്റെ സമീപത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അത് പറയുമ്പോൾ വയനാട്ടിൽ ഞങ്ങൾ വാങ്ങിത്തരാം എന്നല്ലല്ലോ പറയേണ്ടത്. വയനാട്ടിൽ ഭൂമി പല വിലക്കും കിട്ടാനുണ്ട്. അത് വാങ്ങിത്തരുന്ന നിങ്ങൾ സാമർത്ഥ്യം കാണിക്കേണ്ട. ഞങ്ങളുടെ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുക. ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ അടുത്ത് മാതൃഭൂമിക്കാരാ, കൈരളി ചാനലുകാരാ, നടക്ക്, നീ തെണ്ട് വീണ്ടും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 22,000 ഞാൻ പറഞ്ഞല്ലോ, 65,000-ന് ഞങ്ങൾ വാങ്ങാൻ 43,000 രൂപ കൂടുതൽ സെന്റിന് തരാം. വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. എന്നിട്ട് ഈ കൈരളി ചാനലിന്റെ ചാത്തുണ്ണി വക്കീലിന്റെ ഉളുപ്പില്ലാത്ത വെല്ലുവിളി സ്വീകരണത്തിന്റെ വീഡിയോ വിട്ടിട്ട് ഇന്ന് സൈബർ കടന്നലുകളും അതുവരെ മൂട് താങ്ങികളും പറയാണ്, PK ഫിറോസ് ഇവിടെ കമോൺ. PK ഫിറോസ് എവിടെയും വരാൻ തയ്യാറാ. നിങ്ങൾ ആരെയാ ഈ വരട്ടുന്നത്? ഞങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തിരിയും. ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് മുസ്ലിം ലീഗ് വയനാട്ടിൽ 105 കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുക്കി ഒരു ടൗൺഷിപ്പിന്റെ പണി പൂർത്തീകരിച്ച നിങ്ങളും നാണം കെടും. അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള മാർഗം എന്താ? ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അസിസ്റ്റന്റ് കളക്ടർമാരെയും തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയൊക്കെ വെച്ചിട്ട് മുടക്കാൻ കഴിയും. പക്ഷെ അതിന്റെ മേലെ ഇവിടെ കോടതിയും അതേപോലെ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ആയിക്കൊണ്ട് ആ 105 വീട്ടുകാരെയും ഒരു കൂരക്കുള്ളിൽ സുരക്ഷിതമായി താമസിപ്പിക്കാൻ പാണക്കാട് തങ്ങളുടെ പാർട്ടി എല്ലാ പണിയെടുക്കും. നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ നോക്ക്, നിങ്ങൾ അത് മുടക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ നോക്ക്. ഇതേപോലെ വീഡിയോ ഉണ്ടാക്കി ഇനിയും മാനം കെട്, അത്രേ പറയാനുള്ളൂ. CPM-കാരാ, ഉളുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞങ്ങൾ എന്താണോ പറഞ്ഞത്, നിങ്ങൾ എന്താണോ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമാക്കാൻ, അത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. വയനാട്ടിൽ 65,000-ന് ഞങ്ങൾ ഭൂമി വാങ്ങിത്തരാമെന്ന് ഏതെങ്കിലും ചാത്തുണ്ണിയേട്ടനെ കൊണ്ട് കൈരളി ചാനലിലൂടെ പറയിപ്പിച്ചിട്ടല്ല മാനം കെടേണ്ടത്. വെല്ലുവിളി ഇന്നും നിലനിൽക്കുക. സ്വീകരിക്കാൻ പറ്റുന്ന ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ സ്വീകരിക്ക് CPM-കാരാ. നന്ദി.